ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നീറ്റ് റിപ്പീറ്റ് ചെയ്യാൻ ക്യാമ്പസുകളിലോ അതോ ഓൺലൈനിലോ പോകുന്നവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയാം ക്യാമ്പസിൽ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ NCERT ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരിക്കണം. ലേറ്റസ്റ്റ് വേർഷൻ തന്നെ പരമാവധി കയ്യിൽ കരുതുക. വായിക്കാൻ പറ്റുമെങ്കിൽ പോകുന്നതിന് മുന്നേ ഒന്ന് വായിച്ച് വെക്കുക. കാരണം നമ്മൾ പെട്ടെന്ന് അവിടെ എത്തിയിട്ട് നമുക്ക് നോക്കുമ്പോൾ അയ്യോ വായിക്കാൻ ഒരു മടുപ്പ് തോന്നിയാൽ അതിന് മുന്നേ വായിച്ച് കുറച്ച് ശീലം ഉണ്ടെങ്കിൽ നമുക്ക് വായിക്കാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് കാണും. അപ്പം വായിക്കുന്നതിനോടൊപ്പം തന്നെ ചില പോയിൻറ്റ്സൊക്കെ ഹൈലൈറ്റർ യൂസ് ചെയ്ത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ കയ്യിൽ കരുതേണ്ട ഒന്നാണ് ഹൈലൈറ്റേഴ്സ് നിങ്ങളുടെ ഇഷ്ടാനുസരണം പല നിറത്തിലുള്ള ഹൈലൈറ്റേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് നമ്മളൊരു ചാപ്റ്ററിൽ ഒരു പോർഷൻ വായിക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് അടയാളപ്പെടുത്തേണ്ട ചില ടോപ്പിക്സ് ഉണ്ടാവും, നമുക്ക് മറന്നു പോവാതിരിക്കാൻ വേണ്ടി. അത് ഹൈലൈറ്റർ യൂസ് ചെയ്ത് അണ്ടർലൈൻ ചെയ്യുക. എന്ന് വെച്ചിട്ട് ഒരു പേജ് ഫുള്ള് പല ഹൈലൈറ്റേഴ്സ് വെച്ചിട്ട് മഴവില്ല് പോലെ വരയ്ക്കാതിരിക്കാൻ ശ്രമിക്കുക. പിന്നീട് നമുക്കത് വായിക്കുമ്പോൾ ഒരു മടുപ്പ് തോന്നാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ കയ്യിൽ കരുതേണ്ടത് പേന, അതേപോലെ പെൻസിൽ, സ്കെയിൽ, റബ്ബർ, നമുക്ക് ആവശ്യമുള്ള മറ്റു വസ്തുക്കൾ. അതേപോലെ തന്നെ ബുക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം വാങ്ങുക. ബുക്ക് എന്തായാലും നമുക്ക് ആവശ്യം വരും. കാരണം നമ്മൾ ക്ലാസ്സിന് പോകുമ്പോൾ നോട്ട്സ് എഴുതി എടുക്കേണ്ടി വരും. ഇനിയിപ്പോൾ സൈലത്തിലെ സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് ബുക്ക് ക്ലാസ്സിന് പോകുമ്പോൾ ആവശ്യമില്ല. DPPയിൽ NCERT ഹൈലൈറ്റ്സും അതേപോലെ ക്വസ്റ്റ്യൻസും അതേപോലെ സമ്മറി എല്ലാം ഉൾക്കൊള്ളിച്ചാണ് DPP തയ്യാറാക്കിയിട്ടുള്ളത്. എന്നിരുന്നാലും ആർക്കായാലും ബുക്ക് വേണം. ബുക്ക് കൊണ്ടുള്ള മറ്റ് ആവശ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ് എഴുതി വെക്കുക. അതേപോലെ ഇക്വേഷൻ ബുക്ക്, കെമിസ്ട്രി ഫിസിക്സ് ഇക്വേഷൻ ബുക്ക് തയ്യാറാക്കുക. അതേപോലെ ഓർഗാനിക് കെമിസ്ട്രിക്ക് പലരും സെപ്പറേറ്റ് തന്നെ നോട്ട്സ് തയ്യാറാക്കാറുണ്ട്. എന്നിരുന്നാലും നിങ്ങൾ ബുക്ക് കയ്യിൽ കരുതുക. പിന്നെ നമ്മൾ എഴുതിയ ഷോർട്ട് നോട്ടൊക്കെ A4 എഴുതിയെങ്കിൽ അത് ക്ലിപ്പ് ചെയ്യാൻ ക്ലിപ്സ്, അതേപോലെ സ്റ്റാപ്ലെയർ, അങ്ങനെയുള്ള കാര്യങ്ങൾ കയ്യിൽ കരുതുക. ഹോസ്റ്റലിൽ എടുക്കേണ്ട സാധനങ്ങളെ പറ്റി ഞാൻ ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് പറയുന്നില്ല. അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. ഇതിപ്പോൾ ഞാൻ പഠനത്തിന് ആവശ്യമായ സാധനങ്ങളും അതേപോലെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും മാത്രമേ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഹോസ്റ്റലിലോ അല്ലെങ്കിൽ ക്യാമ്പസിലോ പലതരത്തിലുള്ള കുട്ടികളാണ്, പല സ്ഥലങ്ങളിൽ വന്ന കുട്ടികളാണ്. അവർക്കൊന്നും ഒരേ കഴിവല്ല. ഇപ്പോൾ ഇന്നത്തെ എക്സാമിൽ ഒരു കുട്ടി മാർക്ക് വാങ്ങി എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് പിറ്റത്തെ ദിവസം മാർക്ക് വാങ്ങിക്കൂടാന്നില്ല. നിങ്ങൾ അതോർത്ത് വിഷമിക്കാതിരിക്കുക. ഞാൻ പഠിച്ചിരുന്നു പക്ഷേ എനിക്ക് കിട്ടിയില്ല. നമുക്ക് ചെറുതായി പറ്റുന്ന തെറ്റുകൾ മനസ്സിലാക്കി അത് നോട്ട് ചെയ്ത് വെക്കുക. പിറ്റത്തെ ദിവസം അത് അവർക്ക് തിക്കാതിരിക്കുക. അല്ലാതെ എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ വിഷമിക്കാതിരിക്കുക. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതൊരു പോയിൻ്റായി വെക്കുക. ഇനി പോയിൻ്റ് നമ്പർ 2, അവിടെയുള്ള കുട്ടികൾ ഈ ലൈവ് ക്ലാസ്സസോ അല്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സസ്, ഇപ്പോൾ സൈലത്തിലാണെങ്കിൽ റെക്കോർഡ് ക്ലാസ്സസ് കണ്ടിട്ട് നെക്സ്റ്റ് ഡേ ആണ് ക്യാമ്പസിലേക്ക് പോവുക. ഹൈബ്രിഡ് സിസ്റ്റമാണ്. ഇപ്പം ആ ഹോസ്റ്റലിൽ തന്നെ പല കുട്ടികൾ വേഗം ക്ലാസ് കണ്ടു തീർത്തു, ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തു, പഠിച്ചു. പക്ഷേ നിങ്ങൾ ചിലപ്പോൾ ആ രീതിയിലായിരിക്കില്ല പഠിക്കുന്നത്. നിങ്ങൾ ക്ലാസ് കാണുന്നതിനോടൊപ്പം പഠിക്കുന്ന കൂട്ടത്തിലായിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ ക്ലാസ് കണ്ട് കഴിയും കുറച്ച് ലേറ്റ് ആവും. പക്ഷേ നിങ്ങളൊന്ന് ഓർക്കണം, നിങ്ങൾ അപ്പോഴേക്കും പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട് അത്രയും ഭാഗങ്ങൾ. അപ്പം നിങ്ങൾക്ക് ഓൾറെഡി ഇവരൊക്കെ വേഗം, ചിലപ്പോൾ അവർക്ക് 2x വെറുതെ വേഗ സ്പീഡിൽ കണ്ട് നോട്ട് വെച്ച് പഠിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുന്നവരായിരിക്കും. എല്ലാവരുടെയും മെത്തേഡ് ഒരുപോലെയല്ല. നിങ്ങൾ എന്തായിരിക്കും ഈ ക്ലാസ് 1x കണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പഠിക്കുന്നവരായിരിക്കും. അതിലൊന്നും ഒരു മോശവും നിങ്ങൾ കാണണ്ട. പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ചിലവർ 2x വീഡിയോ കണ്ട് പഠിക്കുന്നവരായിരിക്കും. നിങ്ങളിപ്പം
നിങ്ങളിപ്പം സാധാരണ രീതിയിൽ പഠിക്കുന്നൊരു കുട്ടിയായിരിക്കാം. അപ്പോൾ അവർ 2xലിട്ട് വേഗം കണ്ട് തീർത്തല്ലോ എന്നോർത്ത് നിങ്ങൾ 2xലിട്ട് കാണാൻ നിൽക്കരുത്. കാരണം നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മാത്രമേ അറിയൂ. അപ്പോൾ നിങ്ങൾക്ക് പറ്റിയ രീതി ഏതാണോ എന്ന് മനസ്സിലാക്കിയിട്ട് ക്ലാസ് കാണാം. അല്ലാതെ അവർ വേഗം കണ്ട് തീർത്തു, എനിക്കും കണ്ട് തീർക്കണം എന്നിട്ട് പഠിക്കണം എന്ന് വെച്ചിരുന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ക്ലാസ് വെറുതെ പോയതായിരിക്കും. അതിലുള്ള ഓരോ സ്റ്റെപ്പോ അല്ലെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുന്ന മെത്തഡോ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. ചിലപ്പോൾ അന്ന് മനസ്സിലായാലും പിറ്റേത്തെ എക്സാമിന് ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ക്ലാസ് കണ്ട് ക്വസ്റ്റ്യൻ ചെയ്തത് ശേഷം കയ്യിലുള്ള റെഫറൻസ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. എന്ന് വെച്ചിട്ട് വാരി വലിച്ച് ചെയ്യാൻ നിൽക്കാതിരിക്കുക. നിങ്ങൾ ചെയ്ത ക്വസ്റ്റ്യൻ റിപ്പീറ്റ്ലി നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതോടും ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളിപ്പോൾ ഒരു 3 ബുക്ക് എടുത്താൽ ചിലപ്പോൾ നിങ്ങൾ കണ്ട 3 ക്വസ്റ്റ്യൻ ആ 3 ബുക്കിലുള്ളതായിരിക്കും. അപ്പോൾ സമയം കുറച്ചിട്ട് അതായത് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യാൻ നിൽക്കുക. കുറച്ച് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ വീണ്ടും റിവൈസ് ചെയ്ത് ചെയ്യാൻ നിൽക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പോൾ ക്വസ്റ്റ്യനൊക്കെ ചെയ്തു, നെക്സ്റ്റ് ഡേ എക്സാമിന് പോയി. നെക്സ്റ്റ് ഡേ എക്സാമിന് പോകുമ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിക്കുക. ക്ലിയർ ആയിട്ട് വായിച്ചിട്ട് ഇപ്പം ബയോളജിയൊക്കെ ആണെങ്കിൽ ഇപ്പം കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് എന്നാൽ ചിലപ്പോൾ അതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ചൂസ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ചൂസ് ചെയ്യാനായിരിക്കും. ചിലപ്പോൾ ഇൻകറക്റ്റിൽ നമ്മൾ കറക്റ്റ് മാത്രം വായിക്കും, വായിക്കില്ല. അപ്പോൾ അങ്ങനെയൊന്നും മിസ്റ്റേക്ക് വരാതിരിക്കാൻ നമ്മൾ വായിക്കുമ്പോൾ തന്നെ അതിനെ അണ്ടർലൈൻ ചെയ്യുക. ഇപ്പം കറക്റ്റിനാണെങ്കിൽ കറക്റ്റ് എന്ന് അണ്ടർലൈൻ ചെയ്യുക, കറക്റ്റ് ആണെങ്കിൽ ഇൻകറക്റ്റിനെ ആ ക്വസ്റ്റ്യനിൽ തന്നെ അണ്ടർലൈൻ ചെയ്യാം. അപ്പോൾ നമ്മൾ വീണ്ടും നമുക്കിപ്പം കിട്ടാതെ പോയ ക്വസ്റ്റ്യനാണ് നമ്മൾ വീണ്ടും വന്ന് വായിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്നിരിക്കും. പിന്നെ എക്സാംസിനൊക്കെ മാർക്ക് കുറഞ്ഞാലും നിങ്ങൾ വിഷമിക്കാതിരിക്കുക. ഇപ്പം നിങ്ങൾക്ക് തോന്നും ഞാൻ ഇത്ര പഠിച്ചിട്ട് എനിക്ക് മാർക്ക് കുറഞ്ഞല്ലോ, അതിലൊന്നും വിഷമിക്കാതെ ഹാർഡ് വർക്ക് ചെയ്യുക, എന്തായാലും റിസൾട്ട് കാണും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വലിയൊരു കാര്യം, ചിലവരുണ്ട്, അതായത് നമുക്ക് ഇപ്പം ഹോം സിക്നെസ് ഫീൽ ചെയ്യുന്നവർ, അതിപ്പം കുറച്ചൊക്കെ നമ്മൾ ബുദ്ധിപരമായിട്ട് ചിന്തിക്കണം, നമ്മൾ എന്തിനാണ് വന്നത്. ഈ ഹോം സിക്നെസ് ഫീൽ ചെയ്തിട്ട് പലരും ഇങ്ങനെ വീട്ടിലേക്ക് നിരന്തരം പോയിക്കൊണ്ടിരിക്കും. ഈ നിരന്തരം പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു ബാഡ് എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ചില ക്ലാസ്സസ് മിസ്സാവും. ആ ക്ലാസ്സസ് ചിലപ്പോൾ ചില ചാപ്റ്റേഴ്സിൻ്റെ ബേസ് ആയിരിക്കും. അപ്പോൾ അത് നമ്മളൊരു 2 ക്ലാസ് മിസ് ചെയ്തത് ചിലപ്പോൾ ഒരു 5 ചാപ്റ്ററിൻ്റെ ബേസ് ആയിരിക്കാം. അപ്പോൾ അത് നിങ്ങൾ ചോദിക്കുക അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ച് ചെയ്യുക. പിന്നെ ചിലവർക്ക് ഒന്ന് പുറത്ത് പോകണമെങ്കിലൊക്കെ ഫ്രണ്ട്സിനെ വേണമായിരിക്കും. ചിലപ്പോൾ അവിടെ പോയാൽ നമുക്ക് ഒരു ദിവസം കൊണ്ടൊന്നും ചിലപ്പം ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്നില്ല. പിന്നെയുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഫ്രണ്ട്ഷിപ്പിന് നമ്മളെക്കാൾ ബോണ്ട് കൊടുക്കാതിരിക്കുക. കാരണം ചില ഫ്രണ്ട്ഷിപ്പൊന്നും നമ്മുടെ കൂടെ കുറേ നാൾ ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ നമ്മളിപ്പോൾ 2 മാർക്ക് അധികം വാങ്ങിയത് കൊണ്ട് ചിലപ്പോൾ മറ്റൊരാൾക്ക്, അല്ലെങ്കിൽ ഇപ്പം എല്ലാവരും ഒരുപോലെയല്ല, ഇപ്പം നമുക്ക് തന്നെ അവരോട് എന്തെങ്കിലും ഒരു വൈരാഗ്യം തോന്നിക്കൂടാന്നൊന്നുമില്ല. അങ്ങനെ ഉള്ളത് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതെടുത്ത് പറഞ്ഞത്. ഫ്രണ്ട്ഷിപ്പ് വേണം, വേണ്ടെന്നല്ല, പക്ഷേ നിങ്ങളുടെ പഠിത്തമായിരിക്കണം ഇമ്പോർട്ടൻറ്റ്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യമാണ്. കാരണം ഗേൾസിനറിയാം ഗേൾസിനെ. അപ്പം നിങ്ങളൊന്ന് അത് ചിന്തിച്ചാൽ മതി. ചിലപ്പോൾ ഇത് കേൾക്കുന്ന ആരെങ്കിലും ഇങ്ങനെ ഒരു ഫേസിലൂടെ പോയവരെ ഉണ്ടായിരിക്കാം. പിന്നെ പരമാവധി എന്താ പറയുക, പഠിക്കേണ്ട സമയം പഠിക്കുക, തീരെ കളിയൊന്നും കളിക്കാതിരിക്കുക. എന്തായാലും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഉള്ള ടൈം നന്നായി ഫുഡൊക്കെ കഴിച്ചിട്ട് പഠിക്കാനിരിക്കുക. ഇപ്പം കഴിഞ്ഞ 2 ചാപ്റ്റർ കഴിഞ്ഞെന്ന് വിചാരിക്കുക. ഈ ആഴ്ചയിൽ നമുക്കത് വീണ്ടും റിവൈസ് ചെയ്ത് വെക്കുക. അത് അവിടെ കഴിഞ്ഞെന്ന് വെച്ചിട്ട് കഴിഞ്ഞെന്നുള്ള രീതിയിൽ വെക്കാതിരിക്കുക. ചാപ്റ്റേഴ്സൊക്കെ റിവൈസ് ചെയ്യുക. ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. ഷോർട്ട് നോട്ട് ഡെയിലി രാവിലെ എഴുന്നേറ്റ് വായിക്കാൻ നിൽക്കുക. പരമാവധി നേരത്തെ എഴുന്നേൽക്കുക തന്നെ ശ്രമിക്കുക. രാവിലെ നല്ലൊരു ഫ്രഷ് എയറൊക്കെ വന്ന് നമുക്ക് ടോട്ടലി ഒരു റിഫ്രഷ്മെൻ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് ഡിപ്രഷനൊക്കെ വരാൻ നല്ല ചാൻസ് ഉണ്ട്. പരമാവധി
ഇപ്പം മറ്റൊരാളിൽ ഡിപ്പെൻഡ് ചെയ്യുമ്പം പെട്ടെന്ന് അയാൾ നമ്മളെ ഒഴിവാക്കി പോകുമ്പോൾ നമ്മുടെ ഡിപ്രഷൻ കൂടാൻ അത് കാരണമാവും. എന്നിരുന്നാലും നിങ്ങളുടെ മെൻറ്റേഴ്സ് എന്തായാലും എല്ലാ മെൻറ്റേഴ്സും നല്ലതായിരിക്കും. നിങ്ങൾ മെൻറ്റേഴ്സിനോട് എന്ത് വിഷമം ഉണ്ടെങ്കിലും തുറന്ന് പറയാം, ഒരു മടിയും കൂടാതെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറയാം. പരമാവധി കൂളായിരുന്ന് ക്ലാസ്സും കണ്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഇനി പറയാനുള്ളത് ഓൺലൈൻകാരോടാണ്. ഓൺലൈനിലാകുമ്പോൾ നമ്മൾ വീട്ടിൽ നല്ല ഫുഡുണ്ട്. അപ്പോൾ ഓഫ്ലൈൻകാർക്കൊരു ഇത് വന്നേക്കാം, ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ഇത്ര നിന്നില്ലേ, വെക്കേറ്റ് ചെയ്ത് വീട്ടിൽ പോയാലോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖത്തെ തുടർന്ന് വെക്കേറ്റ് ആകുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. എന്ന് വെച്ചിട്ട് ഹോം സിക്നെസ് ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പരമാവധി വെക്കേറ്റ് ചെയ്യാതിരിക്കുക. ഹോസ്റ്റലിൽ നിന്ന് നമ്മൾ വേറൊരു സ്ഥലത്ത് പോകുമ്പം അവിടുത്തെ കൾച്ചറുമായിട്ട് നമ്മൾ കുറച്ചുകൂടി പൊരുത്തപ്പെടണം, എന്നാലേ നമുക്ക് കാര്യമുള്ളൂ. എന്തായാലും എല്ലാ ഹോസ്റ്റലേഴ്സും ഫുഡിന് യാതൊരു കുഴപ്പമൊന്നുമില്ല, ഒരുവിധം നല്ല ഫുഡാണ്. നമ്മൾ ഒന്നാമത് കേരളത്തിലായതുകൊണ്ട് എല്ലാവർക്കും പറ്റുന്ന ഫുഡാണ്. പരമാവധി ബ്രേക്ക്ഫാസ്റ്റ് ആരും സ്കിപ്പ് ചെയ്യാതിരിക്കുക, അതിപ്പോൾ ഓൺലൈനാരായാലും ഓഫ്ലൈൻകാരായാലും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് റിപ്പീറ്റേഴ്സിനെ പറ്റിയാണ്. ഓൺലൈൻ റിപ്പീറ്റേഴ്സ് വീട്ടിലാണ്, നല്ല ഹോംലി ഫുഡാണ്. അപ്പോൾ എങ്ങനെയായാലും നമുക്ക് പുറത്തൊക്കെ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട്സിനെ വിളിക്കാം, ഫോണുണ്ട്. അതൊക്കെ ചെറിയ ബെനിഫിറ്റ് ആണെന്ന് പറഞ്ഞാലും അതിൽ ചില ഡീമെറിറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഫോൺ നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാം, യൂട്യൂബിലൊക്കെ ഇങ്ങനെ സ്ക്രോളിംഗ് ആയിരിക്കും. ഇൻസ്റ്റ ഇപ്പോൾ ഒരു തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജനറേഷനിൽ. റിപ്പീറ്റിനെ നിങ്ങൾ ഓൺലൈനാണ് ചൂസ് ചെയ്യുന്നതിൽ ഫസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റ അൺഇൻസ്റ്റാൾ ആക്കണം. അത് മെയിനായിട്ട് വേണ്ട ഒരു കാര്യമാണ്. പിന്നെ യൂട്യൂബ് നമുക്ക് എന്തെങ്കിലും ക്ലാസ്സൊക്കെ കാണാൻ ആവശ്യം വരും, പക്ഷെ അത് നമ്മൾ ഡിസേബിൾ ചെയ്ത് വെക്കുക. നമുക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ മാത്രം അത് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ, അങ്ങനെയാണെങ്കിൽ. പിന്നെ പറയാനുള്ള വേറൊരു കാര്യം എന്താ വെച്ചാൽ ഓൺലൈനാണ്. നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ഫങ്ഷൻസ് അല്ലെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലും ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ പങ്കെടുക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു ദിവസമല്ലേ ഫങ്ഷൻ അല്ലെങ്കിൽ 2 ദിവസമല്ലേ ഫങ്ഷൻ, പങ്കെടുക്കാം. പക്ഷേ ആ 2 ദിവസം എന്ന് പറഞ്ഞത് അതിന് മുമ്പും ശേഷവും നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ച് ഒരാഴ്ചയോളം കളഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക, ഇപ്പോൾ ഫങ്ഷന് പോയി വന്നു, അപ്പോൾ അന്ന് എന്തായാലും പഠിക്കില്ല, പിറ്റേന്ന് ആകെ ഒരു ലേസി മൂഡായിരിക്കും. ചിലപ്പോൾ 1-2 ക്ലാസ് കാണാം, അത്രയും ദിവസത്തെ പെൻഡിങ് ഉണ്ടെന്ന് ഓർക്കണം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ ഓഫ്ലൈൻ റിപ്പീറ്റേഴ്സിനോട് പറഞ്ഞ പോലെ തന്നെ ഓഫ്ലൈനിലാണെങ്കിലും ഓൺലൈനിലാണെങ്കിലും ക്ലാസ് പെൻഡിങ് വരുന്നത് ചില ചാപ്റ്റേഴ്സിൻ്റെ അടിത്തറയായിരിക്കും. അത് പിന്നെ എന്ത് ചെയ്യുക, നമ്മൾ അതങ്ങനെ പെൻഡിങ് വന്നുകൊണ്ടിരിക്കും. ഇപ്പം ചിലപ്പോൾ 4 ക്ലാസ് ഒരു ഡെയിലി കാണാനുണ്ടായാൽ കഴിഞ്ഞ ദിവസത്തെ 4 ക്ലാസ് നമുക്ക് അതിൻ്റെ ഇടയിൽ കാണാൻ പറ്റില്ല. പിന്നെ അപ്പം തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ വർക്കൗട്ടിങ് അവിടെ കുറയും. നമ്മൾ ക്ലാസ് കണ്ടാൽ മാത്രം പോരാ, അതിനനുസരിച്ച് നമ്മൾ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യണം. ഇനിയിപ്പോൾ നമ്മുടെ രീതിയിൽ ക്ലാസ് കണ്ടു നോട്ട് എഴുതി, ഇത് മാത്രമല്ല, നമ്മൾ കയ്യിലുള്ള മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ ഡെയിലി ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യണം. അതേപോലെ ഡെയിലി റിവൈസ് ചെയ്യണം കഴിഞ്ഞ ചാപ്റ്റേഴ്സ്. അല്ലെങ്കിൽ നിങ്ങൾ വേറെ അറിയുന്ന ചാപ്റ്റേഴ്സ് ബയോളജിയൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് വായിക്കണം, ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യണം. വീട്ടിലാന്ന് വെച്ചിട്ട് എന്ത് ചെയ്യുക, രാവിലെ എഴുന്നേൽക്കാതിരിക്കുക. ചിലവർക്ക് ആ ഒരു സ്വഭാവമുണ്ട്, പക്ഷേ അത് നമ്മുടെ നീറ്റ് ജേണിയിൽ ഏറ്റവും കൂടുതൽ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്താ പറയുക, രാവിലെ എഴുന്നേറ്റു, നമ്മൾ ഫോണിൽ സ്ക്രോൾ ചെയ്തു, എന്തെങ്കിലുമൊക്കെ വായിച്ചു, അന്നത്തെ ഡേ കഴിഞ്ഞു. അപ്പോൾ അതിലും നല്ലത് രാവിലെ എഴുന്നേറ്റ് ഫ്രഷ് മൈൻഡായിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് കുറേ ചാപ്റ്റേഴ്സ് കവർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പരമാവധി ദിവസങ്ങളിൽ രാവിലെ എഴുന്നേറ്റ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. അതേപോലെ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക, അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങളിൽ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക. അതേപോലെ ഞാൻ ഓഫ്ലൈൻകാരോട് പറഞ്ഞ പോലെ ഹൈലൈറ്റേഴ്സൊക്കെ യൂസ് ചെയ്യുക, ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. നോട്ട്സ് അതായത് സൈലെന്നല്ല, ഇപ്പോൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയാലും ഓൺലൈൻകാർ നോട്ട് എന്തായാലും പ്രിപ്പയർ ചെയ്യണം. കാരണം അവർക്ക് ഓൺലൈൻകാർക്ക് സൈലൻകാർ DPP ഈ വർഷം മുതൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായില്ല. പക്ഷേ സൈലം പ്രൊവൈഡ് ചെയ്യുന്ന, ഓഫ്ലൈനിൽ പ്രൊവൈഡ് ചെയ്യുന്ന DPP തന്നെയാണ് ഓൺലൈനിലും നോട്ട്സായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് കാണുക, അതിൻ്റെ നോട്ട്സ് എഴുതി വെക്കുക, എക്സാം എഴുതുക. ഡെയിലി എക്സാംസ് ഉണ്ട്,
എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അറ്റൻഡ് ചെയ്യുക. എക്സാംസ് മിസ് ചെയ്യാതിരിക്കുക. തെറ്റിയ ക്വസ്റ്റ്യങ്ങളിൽ എന്തുകൊണ്ട് തെറ്റി എക്സാം അനാലിസിസ് ചെയ്യുക, ആ ക്വസ്റ്റ്യൻ മാറ്റി എഴുതി വെക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ എന്താ പറയുക ആ ഒരു ജേണി കംപ്ലീറ്റ് ആവത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എവിടെയൊക്കെ തട്ടിത്തടഞ്ഞ് മാത്രമേ വരൂ. ഇപ്പോൾ ഞാനീ പറഞ്ഞാലും പല നീറ്റ് ആസ്പിരൻസിനും നിങ്ങളോട് പറയാനുള്ളതായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക. പറഞ്ഞതിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ കറക്റ്റായിട്ട് ഞാൻ എല്ലാം പറഞ്ഞെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളും ചിന്തിക്കുക, നിങ്ങളൊരു ജേണി സ്റ്റാർട്ട് ചെയ്തു, അത് എന്താ പറയുക സന്തോഷത്തോടെ നിങ്ങൾക്കത് കംപ്ലീറ്റ് ആക്കണം. അതിൻ്റെ റിസൾട്ടിന് വെയിറ്റ് ചെയ്യണം. നിങ്ങൾ പോകുമ്പോഴുള്ള ചിരിച്ച മുഖമായിട്ട് തന്നെ നിങ്ങൾക്ക് നീറ്റ് എക്സാം ഡേ ഉണ്ടാവട്ടെ. നല്ലൊരു എക്സാം ആയിരിക്കും. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് എല്ലാ റിസൾട്ട് കിട്ടട്ടെ. എന്തായാലും എല്ലാവർക്കും നീറ്റ് ജേണിയിലേക്ക് കാലെടുത്ത് വെച്ച എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുക, എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. അപ്പോൾ ഓക്കെ ഗൈസ്, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.